നമസ്കാരം, ഞാനാണ് കാഞ്ചനവസ്തി. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കഥയിലേക്ക്. നിനക്ക് വല്ല പ്രാന്തുണ്ടോ? മനുഷ്യൻ പേടിച്ചു പോയി. ഇപ്പൊ നീ പൂർണ്ണമായിട്ടും എന്റെ കസ്റ്റഡിയിലാ. ഇനി ഞാൻ പറയുന്നത് നീ ചെയ്യാൻ പാടുള്ളൂ. ഓഹോ, അപ്പൊ ഞാൻ ചെയ്തില്ലെങ്കി? ഈ കത്തി കണ്ടോ നീ? കത്തിയോ? ഏത് കത്തി? ഞാനിവിടെ ഒരു കത്തിയും കാണുന്നില്ല. അത് ശരി, നീ ഈ കത്തി കാണുന്നില്ല അല്ലേ? ഇല്ല. പിന്നെ എന്താ നീ കാണുന്നേ? ഞാനിപ്പോ ഇവിടെ നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ, അതും നല്ല റൊമാൻറ്റിക് മൂഡില്. റൊമാൻറ്റിക് മൂഡിനൊന്നും ഒരു കുറവുമില്ല. അത് ശരി, മനസ്സിലായി. യു ആർ ടേണിംഗ് വൈൽഡ് നൗ. അങ്ങനൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു പ്രാങ്ക് ചെയ്തതല്ലേ. നീ ഒരു കാര്യം ചെയ്യണം, വീടിനകത്ത് നിൽക്കുമ്പോഴേ എപ്പോഴും മെയിൻ ഡോർ ക്ലോസ് ചെയ്യണം. എന്റെ സ്ഥാനത്ത് ഇപ്പോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? നിങ്ങളുടെ സ്ഥാനം വേറെ ആർക്കും എടുക്കാൻ പറ്റില്ല. ആണോ? അങ്ങനെ ഒരു പ്രത്യേകത എന്താ എനിക്കുള്ള? അത് ഞാൻ പറഞ്ഞുതരാം. എവിടെയാണ്? ഇവിടെ എവിടെയാണെന്നാണല്ലോ പറഞ്ഞത്. നിനക്ക് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട് പോലും ഓർമ്മയില്ലേ? ചേടാ, ഈ പ്രോപ്പർട്ടി അവൻ അടുത്തിടെ വാങ്ങിച്ചതാണെന്നേ. ഞാൻ അവനെ കണ്ടിട്ട് തന്നെ കുറച്ചു നാളായി. നീ എന്തിനാ വെറുതെ എന്നെ കുറ്റം പറയുന്നത്? വാ, നമുക്ക് പോയി നോക്കാം. വാ. അതെ, ഇത് തന്നെയാ. വാ. എന്തൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖോടാ. കണ്ടിട്ട് എത്ര നാളായി. ഇവിടേക്കല്ലോ. ഓക്കേടാ. മീറ്റ് മൈ ഫിയാൻസി ലില്ലി. ഓ ഹായ്. ഹായ്. അകത്തേക്ക് വാടാ, വാ പ്ലീസ് വാ. താൻ ശരിക്കും ഭയങ്കര ഹോട്ടാണ് കേട്ടോ. മാധവ്, താൻ ശരിക്കും ലക്കിയാണ്. താങ്ക് യു. നിങ്ങളുടെ വീട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. റോണക്ക് ശരിക്കും എന്ത് ഫ്രണ്ടാന്നോ ഞാൻ ആലോചിക്കുന്നത്. ഇതുവരെ നിങ്ങളെ വീട്ടിൽ വന്നിട്ടില്ലേ? അയ്യോ, അതിന് ഞാൻ സോറി പറയാം. ഞാൻ ഈ വീട് വാങ്ങിയതിനു ശേഷം എനിക്കൊരെ വിളിക്കാൻ പറ്റിയിട്ടില്ല. രണ്ടുപേരെ ഇനി ഒരുമിച്ച് വിളിക്കാമല്ലോ. മാധവ് 2-3 പ്രാവശ്യം പറയുകയും ചെയ്തതല്ലേ. പക്ഷെ നീ ഫ്രീ അല്ലായിരുന്നല്ലോ. ഒരു കുഴപ്പമില്ല, ഞാൻ എന്തായാലും വീട് കണ്ടുപിടിച്ചില്ലേ. ഇനി എപ്പോ വിളിച്ചാലും ഞാനിങ്ങ് വന്നേക്കാം. റോണക്ക് ബിസിയാണെങ്കിലും ഞാനിങ്ങ് വരും. അതിനിപ്പോ ഇത് നിങ്ങളുടെ കൂടി വീടല്ലേ, എപ്പോ വേണമെങ്കിലും വരാം. ഓ ഷിറ്റ്. നീ എന്തായി കാണിക്കുന്നേ? ഓ, ഐ എം സോറി. ഞാൻ കാരണം തന്റെ ഡ്രസ്സ് മൊത്തം നനഞ്ഞല്ലോ. കുഴപ്പമൊന്നുമില്ല. തൻ്റെ അടുത്ത് വേറെ ഡ്രസ്സ് ഉണ്ടാവില്ലേ? ഞാനത് ചേഞ്ച് ചെയ്തോളാം.
മാധവനും വർഷയ്ക്കും പരസ്പരം ഒരുപാട് ഇഷ്ടമായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. ചെറിയൊരു നഗരത്തിലെ ചെറിയൊരു സന്തുഷ്ട കുടുംബമായിരുന്നു. നല്ലൊരു ജോലിയുണ്ടായിരുന്നു. ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു മനുഷ്യന് ഇതിൽ കൂടുതൽ എന്താണ് ജീവിതത്തിൽ വേണ്ടത്? ലില്ലിയും റോണക്കും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നവരായിരുന്നു. പക്ഷെ അവരുടെ പ്രണയത്തിൽ എന്തൊക്കെയോ കുറവുണ്ടായിരുന്നു. ലില്ലിക്ക് പെട്ടെന്ന് അസൂയ തോന്നുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ഇൻഫീരിയർ ആയിട്ട് ഫീൽ ചെയ്യായിരുന്നു. ഇത് ശരിക്കും റോണക്കിന്റെയും ലില്ലിയുടെയും റിലേഷൻഷിപ്പിനെ തന്നെ എഫക്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ലില്ലി ഒരു ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാത്തതിൽ അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് മറ്റു പുരുഷന്മാരോട് ഇഷ്ടം തോന്നിത്തുടങ്ങി. ഈ രാവിലെ തന്നെ റെഡി ആയിട്ട് നീ എങ്ങോട്ടായി പോന്നേ? എങ്ങോട്ടുമില്ല. എങ്ങോട്ടും ഇല്ലെങ്കിൽ പിന്നെ ഈ റെഡി ആവുന്നത് എന്തിനാ? എന്റെ ഇഷ്ടമല്ലേ? ഇനി റെഡിയാവാനായിട്ട് നിന്നോട് ചോദിക്കണോ? അതുകൊണ്ടല്ല, ഈ വെളുപ്പാങ്കാലത്ത് എനിക്ക് ശല്യമാവുമല്ലേ. ഇതാണോ വെളുപ്പാങ്കാലം എന്ന് പറയുന്നത്? രാവിലെ 10 മണിയായി, അപ്പോഴും കിടന്നുറങ്ങുവാ. ഇത് നോക്കിയേ, ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നുണ്ടോ? നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. എന്തൊരു അടിപൊളിയായത്. അല്ല, നിനക്ക് ഇതുപോലത്തെ ഡ്രസ്സ് ഇല്ലല്ലോ. നീ ആണെങ്കിൽ റീസെന്റ് ആയിട്ട് ഷോപ്പിംഗും പോയിട്ടില്ല. ഈ ഡ്രസ്സ് നിന്റെ ഫ്രണ്ട് മാധവിന്റെ വൈഫ് വർഷയുടെയാ. ഇതെങ്ങനെയാ നിനക്ക് കിട്ടിയത്? നിനക്ക് ഓർമ്മയില്ലേ, അന്ന് എന്റെ ഡ്രസ്സിൽ വെള്ളം വീണിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയില്ലേ? ആ കുട്ടിയുടെ ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു. എനിക്ക് ഈ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇത് നിനക്ക് തന്നോ? ഇല്ല, ഞാൻ അടിച്ചു മാറ്റി. നീ എന്താ ഇങ്ങനെ ലില്ലി? എങ്ങനെയെന്ന്? എനിക്കിഷ്ടപ്പെട്ടു, ഞാനത് ബാഗിലെടുത്തു വെച്ചു. പറയുന്ന കേട്ടാ തോന്നുന്നു എനിക്ക് എല്ലാ മാസവും ഡ്രസ്സ് വാങ്ങിച്ചു തരുമെന്ന്. പക്ഷെ ഇതൊന്നും അത്ര ശരിയല്ല ലില്ലി. അതെ, ശരിയും തെറ്റൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മനസ്സിലായോ? എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഈ ഡ്രസ്സ് അങ്ങ് എടുത്തു. അല്ല, നീ ഈ ഡ്രസ്സ് കണ്ടിട്ട് എനിക്ക് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കല്ലേ വേണ്ടത്? അല്ലാതെ എന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നോ? ഒരു കാര്യം ചെയ്, നീ കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ പോവാ. ഏയ്, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? നീ ദേഷ്യപ്പെടുമ്പോ എന്തൊരു ഹോട്ടാണെന്നറിയോ? നീ ഒന്നും പറയണ്ട. എന്നെ അപ്സെറ്റ് ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നിനക്ക്. നിന്നെ അപ്സെറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതിനുശേഷമുള്ള നിന്റെ പിണക്കം മാറ്റുന്നത് എനിക്കിഷ്ടം. ഇത് കൊള്ളാം കേട്ടോ, നല്ല മണമാണ്. ശരിക്കും ഒരു അപ്സരസ് വന്നതുപോലെ ഉണ്ട്. ഇനിയിപ്പോ ഈ ഡ്രസ്സ് അഴിച്ചു മാറ്റാനുള്ള സമയമായെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മാധവിന്റെയും വർഷയുടെയും ജീവിതം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ലില്ലിയുടെയും റോണക്കിന്റെ ജീവിതത്തിലും അതെ. പക്ഷെ പെട്ടെന്നൊരു ദിവസം റോണക്കിനെ അജ്ഞാതരായിട്ടുള്ള ആരൊക്കെയോ ചിലർ കാരണം എന്താണെന്ന് പോലും അറിയാതെ അയാളെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അതാരാണെന്ന് ആരും അറിഞ്ഞില്ല. റോണക്കിനോട് ആർക്കായിരിക്കും ഇത്രയും വലിയ ശത്രുതയുണ്ടായിരുന്നത്? കൂടെ ഉണ്ടായിരുന്നവർക്ക് ആർക്കും അറിയാത്തൊരു ഭാഗം റോണക്കിന്റെ ജീവിതത്തിലുണ്ടായിരിക്കുമോ? ആ രാത്രിയിൽ റോണക്ക് വഴിയരികിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അയാളുടെ മുഖത്ത് വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. റോണക്കിന് അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ അലട്ടിയിരുന്നോ? അവൻ എന്തെങ്കിലും രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരുന്നോ? ആ വെടിയൊച്ചയുടെ ശബ്ദം പോലെ എല്ലാവരുടെ മനസ്സിലും ഇങ്ങനൊരു ചോദ്യം മുഴങ്ങുന്നുണ്ടായിരുന്നു. ഇനി എന്താവുമെന്ന് നമുക്ക് നോക്കാം. മരിച്ചയാളുടെ പേര് റോണക് സിംഗ് എന്നായിരുന്നു. അയാൾക്കൊരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി. അയാളുടെ ഫാമിലിയൊക്കെ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇന്നലെ രാത്രി ഈ പരിസരത്തേക്ക് എങ്ങാനും ആരെങ്കിലും വരുന്നത് കണ്ടോ? ഇല്ല സാറേ, ഇവിടെങ്ങും ആരും ഉണ്ടാവാറില്ല. ഇങ്ങോട്ടൊന്നും ആരും അധികം വരാറില്ല. അയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നാ മനസ്സിലാവാത്തത്. ഷൂട്ട് ചെയ്ത് വളരെ അടുത്തുനിന്നാണ്. അയാളെ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും. ആർ യു ഷുവർ സർ? നോട്ട് ഷുവർ. ഡെഡ് ബോഡിയുടെ അണ്ടർ ആമിൽ ചോരക്കറ ഉണ്ടായിരുന്നു.
അതായത് വെടികൊണ്ട സമയത്ത് റോണക്സ് കൈ ഉയർത്തി പിടിച്ചിരിക്കുകയായിരുന്നു. അതിന്റെ കാരണം എന്തായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. അയാൾക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ റിയാക്ഷൻ വേറെ ആയിരുന്നേനെ. സാർ, ഞങ്ങൾ ഇവിടേക്ക് അന്വേഷിച്ചു. കൊലയാളി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒരു കാര്യം ചെയ്യ്, ഈ വഴി തുടങ്ങുന്ന സ്ഥലത്ത് പോയി ആൾക്കാരോട് അന്വേഷിക്കുക. ആരെങ്കിലും റോണക്കിന്റെ കൂടെ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിലോ റോണക്കിനെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലോ. സാർ, ഞാൻ റോണക്കിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വീടിന്റെ അഡ്രസ് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയ ഉടനെ എന്നെ അറിയിക്കണം. ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് ഫാസ്റ്റ് ആക്കണം. ലില്ലി മാഡം, നിങ്ങളൊന്ന് കരയാതിരിക്കേ. റോണക്കും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്ന് പറയാമോ? ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയായിരുന്നു സർ. അവനെ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് തന്നെയായിരുന്നു കണ്ടിരുന്നത്. ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ. കല്യാണം കഴിഞ്ഞില്ലായിരുന്നോ? ഇല്ല സർ, 1-2 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചത്. റോണക്കിനെ അവൻ്റെ കരിയർ എക്സ്റ്റാബ്ലിഷ് ചെയ്യണമെന്നായിരുന്നു. അയാൾക്ക് ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ അയാളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ലായിരുന്നു സർ. റോണക്ക് ശരിക്കും ഭയങ്കര പാവമായിരുന്നു. റോണക്കിന് അങ്ങനെ ശത്രുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞേനെ. എന്തെങ്കിലും പ്രോപ്പർട്ടിയുടെ പേരിലുള്ള വല്ല തർക്കമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങള്, കടവോ അങ്ങനെ വല്ലതും? പലപ്പോഴും ഇങ്ങനെയുള്ള ക്രൈംസിന്റെ പുറകിൽ പണമായിരിക്കും പ്രശ്നം. ഇല്ല സർ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇനി അഥവാ ഉണ്ടെങ്കിലും എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ലില്ലി, എന്തായാലും ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ. നിങ്ങൾ ഞങ്ങളോടൊന്ന് കോപ്പറേറ്റ് ചെയ്യണം. ശരി സർ. സർ, റോണക്ക് സത്യത്തിൽ ശരിക്കും ഒരു സാധാരണക്കാരനായിരുന്നു. അയാൾക്ക് ആരോടും ഒരു ശത്രുതയുണ്ടായിരുന്നില്ല. പിന്നെ ഇയാളെ ഇങ്ങനെ ക്രൂരമായിട്ട് വെടിവെച്ച് കൊല്ലാനുള്ള കാരണം എന്തായിരിക്കും? പോലീസുകാർ റോണക്കിന്റെ വീട് പരിശോധിച്ചപ്പോൾ ഈ കേസിന് സഹായകരമാകുന്ന രീതിയിൽ യാതൊരുവിധ തെളിവുകളോ മറ്റു വസ്തുക്കളോ ഒന്നും തന്നെ പോലീസുകാർക്ക് കിട്ടിയില്ല. പോലീസ് ആ ഏരിയയിലുള്ള അറിയപ്പെടുന്ന കുറ്റവാളികളുടെ എല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിച്ചു. ഇനി എന്തെങ്കിലും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അവർ ഇനി ശരിക്കും റോണക്കിനെ കൊന്നതായിരിക്കുമോ? അല്ലെങ്കിൽ ഇനി ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തതായിരിക്കുമോ? ഇതിനൊന്നും ഉത്തരം നൽകാൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല. പോലീസ് ആ നാട്ടിലുള്ള എല്ലാ ഗൺ സപ്ലയേഴ്സിനെയും വിളിച്ച് ചോദ്യം ചെയ്തു. തോക്കിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് അന്വേഷിച്ചു. പക്ഷെ അവിടെ നിന്ന് പോലീസിന് നിരാശയായിരുന്നു ഫലം. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? ആ സർ, ബുള്ളറ്റ് ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് റോണക്കിനെ കൊന്ന ബുള്ളറ്റ് തന്നെ ആയിരിക്കാം. ഇത് എത്രയും പെട്ടെന്ന് ഫോറൻസിലേക്ക് അയച്ചേക്ക്. ഇതിൽ നിന്ന് ചിലപ്പോൾ വല്ല ഫിംഗർ പ്രിന്റും കിട്ടിയേക്കും. ശരി സാർ. എന്തെങ്കിലും കിട്ടിയോ? ആ കാട്ടിന്ന് ഒരു മൊബൈൽ കിട്ടിയിട്ടുണ്ട് സർ. ആരുടെയാണെന്ന് അറിയില്ല, പക്ഷെ കേസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും സർ. ഇതിലെ കോൾ ഡീറ്റെയിൽസ് എടുക്ക്. ഇതിലേക്ക് വന്നിട്ടുള്ള എല്ലാ മെസ്സേജും നമ്മൾ ചെക്ക് ചെയ്യണം. ഇതുവരെ നമുക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ സാർ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നിങ്ങളുടെ ഫ്രണ്ട് റോണക്കിനെ ആരോ വെടിവെച്ച് കൊന്നായിരുന്നു. ആ, ഞാൻ കേട്ടായിരുന്നു. എന്തു പറ്റിയതാണാവോ? അതറിഞ്ഞിട്ട് നിങ്ങൾ അയാളുടെ ഫിയാൻസിയെ കാണാൻ പോയില്ലേ? ആ പാവം വിഷമിച്ചിരിക്കായിരിക്കില്ലേ? ഞാൻ കാണാൻ പോയിരുന്നു. എന്നോട് പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിന്നെ വിളിക്കണോ അതോ ഡയറക്റ്റ് പോകണോ എന്ന്. ഞാൻ ഡയറക്റ്റ് അങ്ങ് പോയി. നിങ്ങൾ എന്നോട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എനിക്കറിയാം നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന്. നിങ്ങളുടെ ഫ്രണ്ട് റോണക്കിന്റെ ഫിയാൻസിയും നിങ്ങളും തമ്മിൽ വേണ്ടാത്ത ബന്ധങ്ങളൊന്നുമില്ലെന്ന് എനിക്കറിയാം. അല്ല, ലില്ലിയുടെ കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല. പോലീസ് ആ മർഡർ സ്പോട്ട് രണ്ടാമതും പരിശോധിച്ചപ്പോൾ
അവർക്ക് ആ കൊലപാതകത്തിന് ഉപയോഗിച്ച ബുള്ളറ്റിന്റെ ക്യാപ്പും പിന്നെ ഒരു മൊബൈലും കിട്ടി. ഫോറൻസിക് ലാബിൽ നിന്നും ബുള്ളറ്റിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ്സും അവർക്ക് കിട്ടി. പക്ഷെ റെക്കോർഡ്സിൽ ഉണ്ടായിരുന്ന ഒരു ഫിംഗർ പ്രിന്റ്സുമായിട്ട് അതൊരു മാച്ച് ഉണ്ടായിരുന്നില്ല. മർഡർ സ്പോട്ടിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു മൊബൈലിൽ നിന്നും അതിന്റെ കോൾ ഡീറ്റെയിൽസും മെസ്സേജിന്റെ ഡീറ്റെയിൽസും പോലീസുകാർ എടുത്തു. അതിൽ നിന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന തെളിവ് അവർക്ക് കിട്ടിയത്. അത് അടിസ്ഥാനമാക്കി പോലീസുകാർ അവരുടെ അന്വേഷണം ഊർജിതമാക്കി. വൈകാതെ അവർ കേസും സോൾവ് ചെയ്തു. കൊലപാതകയിൽ നിന്നും ഈ കൊലയുടെ കാരണം മാത്രം അറിയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആരായിരുന്നു ആ കൊലപാതകി? എന്തിനായിരുന്നു അയാൾ റോണക്കിനെ വെടിവെച്ച് കൊന്നത്? നമുക്ക് നോക്കാം. വർഷയും മാധവും റോണക്കിനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ കളിച്ച നാടകം ഗംഭീരമായിരുന്നു. സർ, ഞങ്ങൾ എന്ത് ചെയ്തെന്ന്? മാഡം, നിങ്ങളല്ല, നിങ്ങളുടെ ഭർത്താവ് മാധവാണ് കൊന്നത്. മാധവ് എന്തിനാ കൊല്ലുന്നേ? മാധവും റോണക്കും നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. പിന്നെ എന്തിനാ മാധവ് റോണക്കിനെ കൊല്ലുന്നേ? എങ്കിൽ പിന്നെ മാധവ് തന്നെ പറയട്ടെ എന്തിനാ റോണക്കിനെ കൊന്നാന്ന്. അപ്പോ സമയം കളയാതെ തുടങ്ങിക്കോ. പറയടാ. റോണക്കിനെ കൊന്ന ബുള്ളറ്റിന്റെ ക്യാപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. ആ ഫിംഗർ പ്രിന്റ് നിന്റെ ഫിംഗർ പ്രിന്റുമായിട്ട് മാച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. റോണക്ക് മരിച്ചു വീണ ആ ഒഴിഞ്ഞ വഴിയുണ്ടല്ലോ, അവിടെയുള്ളൊരു ചായക്കടക്കാരൻ റോണക്സ് ഒരാളുമായിട്ട് സംസാരിക്കുന്നത് കണ്ടിരുന്നു. അയാൾ നിന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ ആ മൊബൈൽ, അത് റോണക്കിന്റെ മറ്റൊരു നമ്പറായിരുന്നു. അതിൽ നിന്ന് അവസാനമായിട്ട് നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്നെ പിടിച്ച് അകത്തിടാൻ ഞങ്ങൾക്ക് ഇത്രയും തെളിവ് തന്നെ ധാരാളമാണ്. സത്യം പറയടാ, എന്തിനാ നിന്റെ ഫ്രണ്ടിനെ കൊന്നത്? പറയടാ. എവിടത്തെ ഫ്രണ്ടാ സാറേ? അവൻ ചതിയനായിരുന്നു. എന്റെ ഭാര്യ വർഷയുമായിട്ട് അവന് ബന്ധമുണ്ടായിരുന്നു സാർ. എന്റെ വീട്ടിൽ എന്റെ കിടക്കിൽ ഇവരെ രണ്ടുപേരെ ഞാൻ കണ്ടതാ സാറേ. അത് ഞാൻ കണ്ടുപോയി സാർ. അത് ഞാൻ കരുതി അറിയാതെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതായിരിക്കുമെന്ന്. എനിക്ക് എന്റെ ഭാര്യ വർഷയോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. അവളെ നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോഴാണ് ഞാൻ വർഷയുടെ മൊബൈൽ ചെക്ക് ചെയ്തത്. വർഷയെ റോണക്ക് ഒളിച്ചോടാൻ പോകുമായിരുന്നു. ഇവൾക്ക് എൻ്റെ ഒപ്പം ജീവിക്കണമെന്നുണ്ടായിരുന്നില്ല. ഇവര് കാരണം നശിച്ചത് എന്റെയും ലില്ലിയുടെയും ജീവിതമാണ്. റോണക്കിനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് ഞാൻ കരുതിയേ. ഞാൻ റോണക്കിനോട് പറഞ്ഞു നോക്കി, പക്ഷെ അവൻ ഒന്നും സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഗണ്ണ് കൊണ്ടുപോയി ഒന്ന് പേടിപ്പിക്കാമെന്നാ കരുതിയേ. പക്ഷെ അവൻ അപ്പോഴും സമ്മതിച്ചില്ല. വേറെ നിവൃത്തിയില്ലാതെ എനിക്ക് അവൻ അവിടെ വെച്ച് കൊല്ലേണ്ടി വന്നു. നിങ്ങൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് ഈ പ്രശ്നം കോടതിയിൽ പോയി തീർക്കാമായിരുന്നു. വർഷയെ മറന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങായിരുന്നു. ഇനി ബാക്കിയുള്ള ജീവിതം ജയിലിൽ കിടന്ന് കഴിച്ചുകൂട്ടാം.
അന്ന് മാധവ് വർഷയും റോണക്കിനെയും മോശമായ സാഹചര്യത്തിൽ കണ്ടപ്പോൾ അവൻ ഉറപ്പായിട്ടും വിഷമമുണ്ടായി കാണും. റോണക്കും വർഷയും കൂടി മാധവനെ ലില്ലിയും ചതിച്ചെന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം അവർ രണ്ടുപേരും ഒളിച്ചോടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. റോണക്ക് കൊല്ലപ്പെട്ട അന്നേ ദിവസം രാത്രി തന്നെ അവർ രണ്ടുപേരും ഒളിച്ചോടാനുള്ള പ്ലാനിലായിരുന്നു. വർഷയുടെ ഫോൺ ചെക്ക് ചെയ്തതിലൂടെ ഈ കാര്യങ്ങളെല്ലാം മാധവ് അറിഞ്ഞപ്പോൾ മാധവ് റോണക്കിനെ അയാളുടെ രണ്ടാമത്തെ ഫോൺ നമ്പറിൽ വിളിച്ച് കാണണമെന്ന് പറഞ്ഞു. ആ രണ്ടാമത്തെ നമ്പർ അയാൾ ശരിക്കും ഉപയോഗിച്ചിരുന്നത് വർഷയോട് സംസാരിക്കാനായിരുന്നു. മാധവന്റെ അടുത്ത് ലൈസൻസ് ഉള്ളൊരു തോക്കുണ്ടായിരുന്നു. അന്ന് മാധവ് റോണക്കിനെ കാണാൻ പോയപ്പോൾ ആ തോക്കുമുണ്ടായിരുന്നു. ആദ്യമേ അയാൾ റോണക്കിനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. അതിന് പറ്റാതായപ്പോൾ അയാൾ അവനെ കൊന്നുകളയുകയും ചെയ്തു. പ്രണയത്തിൽപ്പെടുന്ന മനുഷ്യൻ പലപ്പോഴും അന്ധനായി പോകാറുണ്ട്. അവർക്ക് ശരി തെറ്റുകൾ തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ കഞ്ചനവസ്തി നിങ്ങളോട് വിട പറയുകയാണ്. നമുക്ക് വീണ്ടും കാണാം ക്രൈം ചക്രയുടെ പുതിയ എപ്പിസോഡിൽ പുതിയൊരു കഥയുമായി. അതുവരെ ജാഗരൂകരായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ജയ് ഹിന്ദ്.